ബിഗ് ബോസ് മലയാളത്തിലൂടെ വമ്പൻ ജനപിന്തുണ നേടിയെടുത്ത താരമാണ് രജിത് കുമാർ. മുൻപ് ടെലിവിഷൻ പരിപാടികളിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്ന താരത്തിന്റെ കരിയറിൽ വഴിത്തിരിവുണ്ടാക്കിയത് ബിഗ് ബോസ് ഷോ ആയിരുന്നു. നിലവിൽ ചെയ്തിരുന്ന ജോലിയിൽ നിന്നും പിന്മാറി കലാലോകത്ത് സജീവമായിരിക്കുകയാണ് താരം ഇപ്പോൾ. ചില സിനിമകളിലും താരം അഭിനയിച്ചിട്ടുണ്ട്. മാത്രമല്ല, പുതിയ സിനിമയുടെ റിലീസിന്റെ ഭാഗമായി ഒരു പ്രമുഖ ചാനൽ നൽകിയ അഭിമുഖത്തിലൂടെ തന്റെ സമ്പാദ്യത്തെക്കുറിച്ചും പണം ചെലവഴിക്കുന്നതിനെ പറ്റിയും രജിത് കുമാർ പറഞ്ഞിരിക്കുകയാണ്. ബിഗ് ബോസ് എന്ന് പറയുന്നത് എന്റെ ജീവനാഡിയാണ്. രജിത് കുമാറിനെ രജിത്താക്കിയത് ബിഗ് ബോസ് എന്ന ഷോയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. സീസൺ 2 അധികം ആരും അറിയാതെ ഇരുന്നപ്പോഴും ലോകം മൊത്തം അറിയപ്പെടുന്ന തലത്തിലേക്ക് മാറ്റിയതും അതിലൂടെ കിട്ടിയ മൈലേജും നന്ദിയോടെ വേണം പറയാൻ. നമ്മൾ ഒരിക്കലും നന്ദിയില്ലാത്ത മനുഷ്യനാവാൻ പാടില്ല. ബിഗ് ബോസിന്റെ 6ാം സീസൺ മാർച്ചിൽ തുടങ്ങുമെന്ന് പറയുന്നുണ്ട്. മാർച്ചിൽ പരീക്ഷയൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ അത് ഏപ്രിൽ ആവുമായിരിക്കും. പുതിയ ടീം എങ്ങനെ ആയിരിക്കും എന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷയിലാണ് ഇരിക്കുന്നതെന്നും രജിത് പറയുന്നു. സീസൺ 5 താൻ പോയിരുന്നു. സീസൺ 2 ഉണ്ടായിരുന്ന ഞാനല്ല സീസൺ 5 പോയപ്പോൾ. അപ്പോഴും കുറ്റം പറഞ്ഞവരുമുണ്ട്. മുൻപ് എനിക്കുണ്ടായിരുന്ന താടിയാണ് നല്ലതെന്ന് പറഞ്ഞവർ പുതിയ ലുക്ക് വന്നപ്പോൾ കുറ്റം പറഞ്ഞു. ഇപ്പോഴത്തെ ലുക്ക് കണ്ടപ്പോൾ പഴയത് മോശമായിരുന്നെന്ന് പറയും. അങ്ങനെ എല്ലാത്തിനും കുറ്റം പറയുന്നവരാണ് നമ്മുടെ ചുറ്റിനുമുള്ളതെന്നും രജിത് കുമാർ പറയുന്നു. ഉണ്ടായിരുന്ന ജോലി രാജിവെച്ചിട്ട് ഇപ്പോൾ മുഴുവനായിട്ടും കലാമേഖലയിൽ തുടരുകയാണ്. കൂടെ ചാരിറ്റിയും ചെയ്യുന്നുണ്ട്. എനിക്ക് സിനിമയിലൂടെ കിട്ടിയ തുക ഒരു വൃദ്ധസദനത്തിന് കൊടുത്തു. എനിക്ക് ഭാര്യയും മക്കളും കുടുംബവുമില്ല. അതുകൊണ്ട് കിട്ടുന്ന പൈസയുടെ വിഹിതം ക്യാൻസർ രോഗികൾക്കും കുട്ടികൾക്ക് പഠിപ്പിനും ആരോഗ്യമില്ലാത്തവർക്കുമായി കൊടുക്കുകയാണ് ചെയ്യുന്നത്. താനിപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടർ കൂടിയാണെന്നും ഒരു സിനിമയായി തിയേറ്ററിലെത്തുന്നതിന് ധാരാളം പരിശ്രമങ്ങളുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാസങ്ങളോളം കഷ്ടപ്പെട്ടിട്ടാണ് സിനിമ 2 മണിക്കൂറായി തിയേറ്ററിലെത്തുന്നത്. അതിനെ വളരെ ലാഘവത്തോടെ കണ്ട് കീറിമുറിക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഇവർക്കൊക്കെ നരകത്തിൽ പോലും സീറ്റ് കിട്ടുമോ എന്നാണ് രജിത് കുമാർ ചോദിക്കുന്നത്. ബിഗ് ബോസ് സീസൺ 2 രജിത് കുമാർ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത്. ഷോയിലെ പ്രകടനത്തിലൂടെ രജിത്തിന് കൈ നിറയെ ആരാധകരെയും കിട്ടിയിട്ടുണ്ട്. ബിഗ് ബോസിനുള്ളിൽ തന്നെ നിരവധി അഭിപ്രായ വ്യത്യാസങ്ങളും വിവാദങ്ങളും സൃഷ്ടിക്കാൻ രജിത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഷോയിൽ താരം ഒറ്റയാൾ പോരാട്ടമായിരുന്നുവെന്നാണ് ഒരു സമയത്ത് ആരാധകർ പറഞ്ഞിരുന്നത്. ഏതായാലും ഇപ്പോൾ വിവാദങ്ങളിൽ നിന്നെല്ലാം മുക്തനായി സിനിമയിൽ ശ്രദ്ധ കൊടുത്തിരിക്കുകയാണ് രജിത് കുമാർ. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.